കടമറ്റത്ത് കത്തനാർ ഭാഗം 3. അന്ന് നിലാവുള്ള കാലമായിരുന്നതിനാൽ കുറെ നടന്നപ്പോൾ ആ പെരുങ്കാട്ടിനിടയിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു. എങ്കിലും അവ എങ്ങോട്ടേക്കാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എവിടെയെങ്കിലും ചെല്ലട്ടെ, മനുഷ്യരുള്ള ദിക്കിൽ എത്തിച്ചേർന്നാൽ മതി, ചോദിച്ചു പറഞ്ഞ് സ്വദേശത്തോട്ട് പോകാം എന്ന് അദ്ദേഹം വിചാരിച്ചു. ചെമ്മാശൻ ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരുന്നത് 3:45 നാഴിക നേരത്തേക്ക് മാത്രമായിരുന്നതിനാൽ അവർ ബോധം വീണ് നോക്കുമ്പോൾ തന്നെ കാണാഞ്ഞിട്ട് പിന്നാലെ ഓടിയെത്തിയേക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം വളരെ വേഗത്തിലാണ് നടന്നത്. അങ്ങനെ പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം മനുഷ്യ സഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അല്പം സമാധാനം തോന്നി. എങ്കിലും ഭയം മുഴുവൻ വിട്ടുമാറിയിരുന്നില്ല. അതിനാൽ പിന്നെയും അദ്ദേഹം വേഗത്തിൽ നടക്കാൻ തുടങ്ങി. 5-8 നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ കൊണ്ട് നടക്കാൻ വയ്യാതെയായി. അതിനാൽ അദ്ദേഹം വഴിയരികിൽ കണ്ട ഒരു ചെറിയ വീട്ടിൽ കയറി. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ചെമ്മാശൻ പറഞ്ഞു, "വലിയമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ, ദാഹിക്കുന്നുമുണ്ട്, കുറച്ച് കഞ്ഞി തരുമോ?" "എൻ്റെ മോനെ, അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെയാ മോന് കഞ്ഞി തരുന്നത്? ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം കഞ്ഞി വെക്കാനെന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത്. അതുവരെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൽ പങ്ക് തരാം." "ഒരരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ?" ചെമ്മാശൻ ആ വൃദ്ധയോട് ചോദിച്ചു. "ഒന്നോ ഒരു മുറിയോ അരി എൻ്റെ വട്ടി തട്ടിക്കുടഞ്ഞാൽ കാണുമായിരിക്കും, അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്?" ആ വൃദ്ധ തിരിച്ചു ചോദിച്ചു. "ഒരരിയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരിക, നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിലോ, വേഗം നാവട്ടെ." വൃദ്ധ വളരെ സംശയത്തോടെ ചെമ്മാശനെ നോക്കി. "എൻ്റെ മകനെ, നിനക്ക് പിച്ചുണ്ടോ? ആട്ടെ, ഞാൻ നോക്കട്ടെ, നീ പറഞ്ഞതല്ലേ." വൃദ്ധ അരിവട്ടി തട്ടിക്കുടഞ്ഞ് ഒരരി കിട്ടിയത് ചെമ്മാശൻ്റെ കയ്യിൽ കൊണ്ടു ചെന്ന് കൊടുത്തു. ഉടനെ ചെമ്മാശൻ പറഞ്ഞു, "ഇനി വല്യമ്മ വെള്ളം കോരിയെടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം." ഈ കൊച്ചിറക്കൻ എന്ത് പറ്റിയിട്ടാണാവോ, പിച്ചു പിടിച്ചതാകും, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഒരരിമണി ഇട്ടാൽ എന്ത് ഉണ്ണാനാണ്? ഏതായാലും ചെറുക്കം പറഞ്ഞതല്ലേ എന്നോർത്ത് വല്യമ്മ വെള്ളം അടുപ്പത്ത് വെച്ചു. വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ ചെമ്മാശൻ കയ്യിൽ ആ അരിമണി മുറുക്കി പിടിച്ച് എന്തോ മന്ത്രങ്ങൾ ഉരുവിട്ട ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കുരിശു വരച്ചു. എന്നിട്ട് അടപ്പ് വെച്ച് മൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അരി തിളയ്ക്കുന്ന മണം വരാൻ തുടങ്ങി. വല്യമ്മയ്ക്ക് സന്തോഷമായി. തുറന്നു നോക്കിയപ്പോൾ കലം നിറയെ അരി. ഞെട്ടിത്തെറിച്ചുകൊണ്ട് വല്യമ്മ ചെമ്മാശനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു. "എന്താ വല്യമ്മ ഇങ്ങനെ എന്നെ നോക്കുന്നത്?" ചെമ്മാശൻ ചിരിച്ചുകൊണ്ട് വല്യമ്മയോട് ചോദിച്ചു. "ഞാൻ നിന്നെ നോക്കിയത് നീ മനുഷ്യൻ തന്നെയാണോ അതോ ദൈവപുത്രനാണോ? കാരണം ഒരരി കൊണ്ട് ഒരു കലം നിറയെ ചോറ് തിളയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം കാണുന്നത്." ചെമ്മാശൻ ചിരിച്ചുകൊണ്ട് വല്യമ്മയോട് പറഞ്ഞു, "വല്യമ്മ, ഞാൻ മന്ത്രവാദിയൊന്നുമല്ല. കർത്താവ് തമ്പുരാൻ നമ്മുടെ ദാരിദ്ര്യവും പട്ടിണിയും കണ്ട് അനുഗ്രഹിച്ചു തന്നതാണ്. വല്യമ്മയ്ക്കിനി ഒരിക്കലും അരിക്ക് മുട്ടുണ്ടാവാതെ തമ്പുരാൻ കാത്തുകൊള്ളും. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്" എന്ന് പറഞ്ഞ് വല്യമ്മയോട് ചോറ് വിളമ്പാൻ പറഞ്ഞു. അങ്ങനെ ചെമ്മാശനും വല്യമ്മയും കൂടി വയറ് നിറയെ കഞ്ഞി കുടിച്ചു. അതിനുശേഷം ചെമ്മാശൻ വല്യമ്മയോട് ചോദിച്ചു, "ഈ കടമറ്റത്ത് ദേശത്തേക്ക് എത്ര ദൂരമുണ്ട് വല്യമ്മ ഇവിടെ നിന്ന്?" "ഏകദേശം ഒരു 4-4.5 നാഴിക ദൂരം കാണും കൊച്ചെറുക്ക." "വല്യമ്മേ, എനിക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഏതായാലും കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഒരു ക്ഷീണം, കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോകാം." വല്യമ്മയുടെ വീട്ടിൽ ചെമ്മാശൻ കുറച്ചു നേരം ഉറങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് നേരെ കടമറ്റത്തേക്ക് യാത്രയായി. പൗലോസ് ചെമ്മാശനെ കണ്ടപ്പോൾ കത്തനാർക്ക് ആദ്യമേ ആളെ മനസ്സിലായില്ല. അതിനാൽ ചെമ്മാശൻ ചോദിച്ചു, "അച്ഛൻ എന്നെ അറിയത്തില്ലയോ? ഞാനിവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലോസാണ്." "അയ്യോ, എൻ്റെ കുഞ്ഞെ, നീ മരിച്ചുപോയെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്" എന്നും പറഞ്ഞുകൊണ്ട് ചെമ്മാശനെ വലിയ കത്തനാർ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അപ്പോൾ ചെമ്മാശനും സന്തോഷ പാരവശ്യത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. പിന്നെ കുറച്ചു നേരം സന്തോഷാധിക്യത്താൽ രണ്ടുപേരും സംസാരിക്കാൻ പോലും കഴിയാതെ പരസ്പരം നോക്കി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കത്തനാർ ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, "നീ ഇത്രയും കാലം എവിടെയായിരുന്നു പൗലോസേ?" "ഞാൻ പശുക്കളെ അന്വേഷിച്ച് കാട്ടിൽ പോയപ്പോൾ വഴിതെറ്റി നടന്നു ഒടുക്കം പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നു ചേർന്നു. അവിടെ വെച്ച് ചില ദുഷ്ടന്മാർ എന്നെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. അവിടെ നിന്ന് പോരാൻ ഇപ്പോൾ മാത്രമേ എനിക്ക് തരം കിട്ടിയുള്ളൂ. ഉടനെ ഞാൻ പോരുകയും ചെയ്തു." "ദൈവകൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും തിരികെ പോരാൻ നിനക്ക് സാധിച്ചുവല്ലോ, ദൈവത്തിന് നന്ദി," വലിയ കത്തനാർ പറഞ്ഞു. അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പ്യാർ ഓടി വിയർത്ത് കിടുകിട വിറിച്ചുകൊണ്ട് അവിടെ എത്തി. "അയ്യോ കത്തനാരെ, നമ്മുടെ പള്ളിയിൽ പിശാചുകൾ നിറഞ്ഞിരിക്കുന്നു. ഓരോന്നിൻ്റെയും രൂപം എങ്ങനെയായിരുന്നെന്നോ?
അവരെ കണ്ടാൽ പേടിച്ചു പോകും. നേരെ സന്ധ്യയാണല്ലോ, പള്ളിയിൽ കയറി മണിയടിക്കാൻ നിവൃത്തിയുമില്ല. അങ്ങോട്ട് ഞാൻ ചെന്നാൽ അവരെന്നെ പിടിച്ച് ജീവനോടെ വിഴുങ്ങും, സംശയമില്ല. ഓരോന്നിൻ്റെയും പൊക്കം ഓരോ കൊന്നത്തെങ്ങോളമുണ്ട്. പിടിച്ചാൽ പിടിമുറ്റാത്ത വണ്ണം, കരിങ്കല്ല് വാർത്തതുപോലെ എല്ലാം കറുകറയെന്നിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ഇന്ന് പള്ളിയിൽ മണിയടിയും നമസ്കാരവും വേണ്ടായോ? അത് അച്ഛൻ നിശ്ചയിക്കണം. ഇന്നിവിടെ മനുഷ്യരായിട്ടുള്ളവരാരും വരികയില്ല, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷെമ്മാശന് മനസ്സിലായി തന്നെ അന്വേഷിച്ചു വന്ന ആ പിശാചുക്കളാണ് പള്ളിയിൽ എത്തിയിരിക്കുന്നതെന്ന്. അദ്ദേഹം കപ്പ്യാരോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, കപ്പ്യാരും വരണം. നമുക്ക് ആ പിശാചുക്കളെ അവിടെ നിന്ന് മാറ്റാം. അയ്യോ, നീ പോകണ്ട. ഇനിയും വല്ല ആപത്ത് പറ്റിയാലോ? ഞാൻ അങ്ങോട്ട് ചെല്ലാം. എനിക്ക് വല്ലതും പറ്റിയാലും കുഴപ്പമില്ല. വയസ്സ് 88 ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമെന്താണ്? എൻ്റെ കുഞ്ഞിന് ചെറുപ്പമല്ലേ, നീ ഇനിയും വളരെ കാലം ജീവിക്കേണ്ടതാണ്. വലിയ കത്തനാർ പറഞ്ഞു. ഷെമ്മാശൻ അപ്പോൾ മറുപടി പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ആർക്കും ആപത്തൊന്നും സംഭവിക്കുകയില്ല. ഞാൻ ഈ പിശാചുക്കളെ അവിടെ നിന്ന് ഓടിക്കാം. അച്ഛൻ കൂടെ വരുന്നുണ്ടെങ്കിൽ വരണം, നമുക്കേതായാലും അങ്ങോട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞ് കത്തനാരും ഷെമ്മാശനും കപ്പ്യാരും കൂടി പള്ളിയിലേക്ക് ചെന്നു. കപ്പ്യാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വന്നിരുന്നത് തന്നെ അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നവരായിരിക്കും എന്ന് ഷെമ്മാശൻ ഊഹിച്ചു. അവിടെ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെയെന്ന് തീർച്ചയാക്കുകയും ചെയ്തു. ഷെമ്മാശൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് പേടിച്ചു വരച്ചുകൊണ്ട് വലിയ കത്തനാർ പറഞ്ഞു, എൻ്റെ മകനെ, അവരുടെ അടുത്തേക്ക് പോകരുതേ. ഷെമ്മാശനാകട്ടെ ഒരു കൂസലും കൂടാതെ അവരുടെ അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ എന്തിനു വന്നു? ഇത് ദേവാലയമാണ്. നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ല. നിങ്ങൾക്ക് ജീവനോടുകൂടി തിരികെ പോകണമെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്നിറങ്ങി വന്ന വഴിയെ പൊയ്ക്കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും. ഓഹോ, അങ്ങനെയാണോ? ഞങ്ങൾ നിന്നെയും കൊണ്ട് പോകാനായിട്ടാണ് വന്നത്. നിന്നെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോവുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ആ കാട്ടുവാസികൾ ഷെമ്മാശനെ പിടിക്കാനായി അടുത്തുകൂടി. ഷെമ്മാശൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ആ ദുഷ്ടന്മാർ ബോധം കെട്ട് വെട്ടിയിട്ട മരങ്ങൾ പോലെ തൽക്ഷണം നിലംപതിക്കുകയും ചെയ്തു. ഇത് കണ്ട് വലിയ കത്തനാരും കപ്പ്യാരും അത്ഭുതപ്പെട്ടു. കപ്പ്യാർ മണിയടിക്കുകയും പള്ളിയിൽ പതിവിലധികം ആളുകൾ വന്നുകൂടുകയും ചെയ്തു. വൈകുന്നേരം പതിവുള്ള കർമാനുഷ്ഠാനമെല്ലാം കഴിഞ്ഞതിനു ശേഷം ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കരമായ ആകൃതി കണ്ടും ഷെമ്മാശൻ്റെ വിദ്യയെക്കുറിച്ച് കേട്ടും വിസ്മയിച്ചു. അപ്പോൾ വലിയ കത്തനാർ ഷെമ്മാശനോട് ചോദിച്ചു, ഇവർ മരിച്ചുപോയി കാണുമോ? മരിച്ചിട്ടില്ല, വേണമെങ്കിൽ അവരെ കൊല്ലാം, ഷെമ്മാശൻ പറഞ്ഞു. ഏത് വിധേനയും ഇവരെ ഇവിടെ നിന്ന് കളയണമല്ലോ. ഇവർ ഇവിടെ കിടന്നാലും ഉപദ്രവം തന്നെയല്ലേ? ഷെമ്മാശൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ കളഞ്ഞേക്കാം. അദ്ദേഹം പിന്നെയും എന്തോ വിദ്യ പ്രയോഗിച്ചു. ഉടനെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ അവർ ഉയർത്തെഴുന്നേറ്റു. ഉടനെ തന്നെ ഷെമ്മാശൻ ആ നരഭോജികളോട് ചോദിച്ചു, എന്താ ഇനി നിങ്ങൾ പൊയ്ക്കോളുമോ? അതോ ഇനി കുറച്ച് കൂടിയ വല്ലതും വേണോ? അയ്യോ, ഇനിയൊന്നും വേണ്ടേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഷെമ്മാശനെ വന്ദിച്ചിട്ട് അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാവരും അത്ഭുതപ്പെടുകയും ഷെമ്മാശനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു. അപ്പോൾ വലിയ കത്തനാർ ഷെമ്മാശനോട് ചോദിച്ചു, എൻ്റെ മകനെ, നിനക്ക് ഈ ദിവ്യശക്തി എവിടെ നിന്ന് കിട്ടി? ഇതൊന്നും എൻ്റെ ശക്തിയല്ല, എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം സർവശക്തനാണല്ലോ എന്ന് ഷെമ്മാശൻ മറുപടി പറയുകയും ചെയ്തു. അനന്തരം അധികം താമസിയാതെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി ഷെമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു. അന്നു മുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്ത് കത്തനാർ എന്നും കടമറ്റത്തച്ഛൻ എന്നും വിളിക്കാൻ തുടങ്ങി.